ഹായ് എവ്രി വൺ. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നവരാത്രി ഡേ 1 ആണ്. നല്ലൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വ്രതമൊക്കെ എടുക്കുക. വ്രതം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ 5 സെൻസസിലുള്ള വ്രതമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഫുഡ് ഫാസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, എല്ലാ രീതിയിലും നമ്മൾ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക, കുറേ ചേഞ്ചസ് വരുത്തുക. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ ടൈം ആയിട്ടുണ്ട്. ഈ ഒരു നല്ല രീതിയിൽ ഹീൽ ചെയ്തവരാണ്, ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ജേണിയിലുള്ളവരാണെങ്കിൽ റീയൂണിയൻ ടൈം അടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് റീയൂണിയൻസ് നടക്കും ഈ ഒരു 10 പോർട്ടൽസ് ടു 11 പോർട്ടൽസ് 12 പോർട്ടൽസിൽ ഈ ഒരു 2024. ഞാനങ്ങനെ ഒരു വിവിഡ് ഡ്രീംസ് കണ്ടിരുന്നു ഒരു മാരേജിൻ്റെ ഒക്കെ. സോ അത് കളക്റ്റീവായിട്ട് വരാനുള്ള ചാൻസസ് വളരെ അധികമാണെന്ന് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഈ ഒരു നവരാത്രി ഡേ 1 നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് നോക്കാം. ഞാൻ ഏഞ്ചൽ മെസ്സേജസ് എടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ എസെൻഷ്യൽ കാർഡ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, അവർ തരുന്ന അഫോമേഷൻസ് ഉണ്ട്. അപ്പോൾ ആ അഫോമേഷൻസ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാനും നമുക്ക് ഹെൽപ്പ് വാങ്ങാനും സാധിക്കും. അതിലൊരു പ്രയർ പറയുന്നുണ്ട്, ഹ്യൂന പ്രയർ. അത് വളരെ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എസെൻഷ്യൽ ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം. ഇന്ന് നവരാത്രി ആയതുകൊണ്ട് ഒരു കളക്റ്റീവായിട്ടുള്ള മെസ്സേജസ് എടുക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എവിടെയാണ് ഇനിയും ക്ലിയർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ഗൈഡൻസസ് ആണ് യൂണിവേഴ്സ് കൊടുക്കുന്നത് നോക്കാം. വെയിറ്റ് എന്നൊരു കാർഡ് പറയുന്നുണ്ട്. ഒന്നും ക്ഷമിക്കാൻ പറയുന്നുണ്ട്. കുറേ പേർക്ക് ക്ഷമ കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യം ഇപ്പം തന്നെ വേണം എന്നല്ല, നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ചിലവർ ജോലി നോക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവിടേക്ക് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൽ പോകുന്നതിൽ ചെറിയ ഡിലേസ് വരുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂ വരെ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ബ്ലോക്കേജസ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ പോകേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ അത് അവിടെ ആയിരിക്കും നെക്സ്റ്റ് നിങ്ങളുടെ ആ ഒരു കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ജോലി സ്ഥലത്ത്. പക്ഷേ അവിടേക്ക് എത്തേണ്ട ഡിവൈൻ ടൈമിങ് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഡിവൈൻ ടൈമിങ് എത്തണ മുന്നേ നിങ്ങൾക്ക് വെയിറ്റിംഗ് എനർജി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് വെയിറ്റ് എന്ന് ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹീലിംഗ് എനർജിയാണ്. നിങ്ങൾ ഹീൽ ചെയ്യാനാണ്. ഹീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കൂ. നിൻ്റെ ആ ഡിവൈൻ ടൈമിങ്ങിൽ ഞാൻ വാൾ ഉയർത്തിയിട്ടുണ്ട്, ഫയർ ഉണ്ട്, നോക്കൂ, ഫയർ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ വാൾ ഉയർത്തിയിട്ടുണ്ട്, നിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഒരു എനർജി കൂടി നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉയർത്താനുണ്ട്. എന്നിട്ടും നീ അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നീ എപ്പോഴാണോ ഉയർത്തുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കുക. അതാണ് വെയിറ്റ് എനർജി പറയുന്നത്. കോംപ്രമൈസ്, ലിബ്ര. ഇന്നലെ ന്യൂ മൂൺ ഇൻ ലിബ്ര ആയിരുന്നു. ബാലൻസ് ആണ് പറയുന്നത്. ഇതും ഒരു ബാലൻസ് ആണ് പറയുന്നത്. കുറേ പേർക്ക് ബാലൻസ് ഇല്ലാതെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബാലൻസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ DMDF ബാലൻസിങ് മെഡിറ്റേഷൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 9 months മുന്നേ. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ചാനലിലാണെങ്കിലും DMDF ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ 2 എനർജീസും, സ്ത്രീ എനർജി പുരുഷ എനർജി ബാലൻസ് ആകുമ്പോൾ, കാരണം ഒന്ന് മാസ്കുലിൻ എനർജിയും ഒന്ന് ഫെമിനിൻ എനർജി, ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നതും ഒന്ന് റിസീവ് ചെയ്യുന്നതും. അപ്പോൾ മാസ്കുലിൻ, ഇപ്പോൾ ജോലി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാസ്കുലിൻ എനർജി ഉയർത്തുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവാനും ഫിനാൻഷ്യൽ ഗെയിൻസ് വരാനും പ്രാക്ടിക്കൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലത്തെ പാഷൻസ്, നിങ്ങളുടെ ഓരോ കഴിവുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അത്രയും എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇട്ടാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നതും അങ്ങനെയും ഒരു വേ ഓഫ് ലിവിങ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കോംപ്രമൈസ് പറയുന്നുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും കോംപ്രമൈസ് ചെയ്യുക. ആദ്യം ഞാൻ എന്നോട് കോംപ്രമൈസ് ചെയ്യാം. എൻ്റെ ലൈഫിൽ കിട്ടിയ കുറേ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ കോംപ്രമൈസ് ചെയ്യും. എനിക്ക് ഇങ്ങനെയാണ്, അതെൻ്റെ കർമ്മയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് കോംപ്രമൈസ് നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാലൻസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാർഡ് വന്നിട്ടുണ്ട്, ഫോർഗീവ്നെസ്. ഈ ഒരു കാർഡ് എപ്പോഴും വരുന്നുണ്ട്, ഫോർഗീവ്നെസ് മെഡിറ്റേഷൻസ്. ഇനിയും കുറേ പേര് ഫോർഗീവ്നെസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങളോട് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ത്രോട്ട് ചക്ര കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്നവർ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കും കാണുന്നുണ്ടായിരിക്കും. നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ്. ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് ടോക്ക് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളുടെ സോളിനോട്. അപ്പോഴാണ് അത് ക്ലിയർ ആയാലാണ് പുറത്തൊന്നും കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആയിട്ട് വരുള്ളൂ. കേട്ടോ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. റിമെയിൻ പോസിറ്റീവ്. സന്തോഷത്തോടെയും പോസിറ്റീവായിട്ട് ഇരിക്കും. എല്ലാം കലങ്ങി തെളിഞ്ഞ് വരുമെന്ന് പറയുന്നുണ്ട്. ഹെൽപ്ഫുൾ പീപ്പിൾ. മേ ബി ഈ ഒരു കാർഡ് കാണുന്ന പേര് ചിലപ്പോൾ അവർക്ക് സ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ അബണ്ടൻസ് വരാനോ
വലിയ രീതിയിലുള്ള അബൻഡൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള കുറച്ച് സോൾ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ഹെൽപ്ഫുൾ പീപ്പിൾ അവർ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു 2 കാർഡും കൂടി എടുക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ എന്താണ്? അബൻഡൻസ്. യെസ്, അബൻഡൻസ് എന്തായാലും വരുന്നുണ്ട്. ഈ ഒരു ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ വന്നവർ നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുന്നവരാണ്. ഒരു 1 to 3 years ആയിട്ട് ഹീലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മന്ത് നല്ല രീതിയിലുള്ള അബൻഡൻസിൻ്റെ സ്പൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ ടേക്ക് ആക്ഷൻ എന്ന കാർഡുണ്ട്. ലൈഫിൽ ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ എടുക്കുക. വെറുതെ ഇരുന്നു കൊണ്ട് ജോലിയോ അല്ലെങ്കിൽ മണിയോ വരില്ല. അതിന് വേണ്ടിയുള്ള വർക്ക് നിങ്ങൾ ഇടുമ്പോൾ ബാക്കി യൂണിവേഴ്സിൻ്റെ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വരും. സോ ടേക്ക് ആക്ഷൻ ആണ്. ലൈഫിൽ ആക്ഷൻ എടുക്കുന്നിടത്ത് ആക്ഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ക്ലാരിറ്റി വേണം. പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ക്ലാരിറ്റി വേണമെങ്കിൽ ആദ്യം മനസ്സ് ശാന്തമായി ക്ലിയർ ആയിട്ടിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നോക്കുമ്പോഴല്ലേ താഴത്തെ പ്രതിബിംബം കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ മനസ്സ് ക്ലാരിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ ഒന്ന് അറിയുക. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്താണ് എൻ്റെ കർത്തവ്യം, എന്തിനാണ് എനിക്ക് ഇത്രയും സോൾ കോൺട്രാക്ട്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാമിലിയിൽ ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വേറൊരു ഫാമിലിയിലേക്ക് ആ ഒരു ഫാമിലിയിലേക്ക് തന്നെ ഞാൻ മാരേജ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ വരുന്ന പാർട്ട്ണർ, വരുന്ന ചിൽഡ്രനൊക്കെ എല്ലാം സോൾ കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ടേക്ക് ആക്ഷൻ, നല്ല ആക്ഷൻസ് എടുക്കുക ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്ഷൻസും അങ്ങനെ തന്നെ ആയിരിക്കും. ആൻഡ് ബോട്ടം നോക്കാം. സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ്. സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആകുമെന്നാണ് പറയുന്നത്. ഞാൻ മൂണോളജി കാർഡ് 3 മൂണോളജി കാർഡും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നവരാത്രി ആയതുകൊണ്ട് നന്നായിട്ട് ഹീൽ ചെയ്യുക, ദേവി മന്ത്രംസ് ഒക്കെ ചെല്ലാം. ഇന്ന് ശൈലപുത്രി ഡേ ആണ്. Day 1 ശൈലപുത്രിയാണ്. ശൈലപുത്രി എന്ന് പറയുന്നത് ഗോഡസ് ആണ്. അബൻഡൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു ദേവിയുടെ 9 ദിവസം 9 ഡിഫറെൻറ്റ് ഗോഡസിൻ്റെ മീൻസ് ദേവിയുടെ പല രൂപങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ശൈലപുത്രിയാണ്. ശൈലപുത്രി ശിവനുമായിട്ട് ഉണ്ട് ഒരു സ്റ്റോറി ഉണ്ട്, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. ഗൈഡൻസസ് പറയാം മൂണോളജിയിൽ. അതും അതെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഈ ഒരു കാർഡിലും പറഞ്ഞു യെസ് ടേക്ക് ആക്ഷൻ, ടേക്ക് ആക്ഷൻ. ന്യൂ മൂൺ ഇൻ ഏരീസ് ആണ്. ഏരീസ് മീൻസ് സാജിറ്റേറിയസ്, ലൈക്ക് ഫയർ സയൻസ് ആണ്. കുറച്ച് പേര് സ്പിരിച്വൽ ജേർണിയിലാണെന്ന് പറയുന്നുണ്ട്. സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു എന്തുണ്ടായിരിക്കും, ഒരു ഫയർ എപ്പോഴും ഉണ്ടായിരിക്കും. ലൈക്ക് എന്ത് വന്നാലും അത് മാറും, അല്ലെങ്കിൽ എനിക്കിത് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സ്ട്രോങ് മാസ്കുലിൻ എനർജി ആയിരിക്കും. ഫയർ എനർജി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിൽ കറക്റ്റ് പോകുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യൻ സിറ്റുവേഷൻസ് തളരുന്ന പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളൊന്നുകൂടി നോക്കുക നിങ്ങൾ ആ ജേർണി തന്നെയാണോ. അപ്പോൾ ടേക്ക് ആക്ഷൻ പറയുന്നത് നല്ല രീതിയിലുള്ള ആക്ഷൻസ് ലൈഫിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും. ഓക്കെ, യെസ്. ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്, സറണ്ടർ ടു ഡിവൈൻ. നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. അപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലംസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ദൈവം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്. ദൈവമല്ല ചെയ്യുന്നത്, നമ്മുടെ സോൾ കോൺട്രാക്റ്റ്, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ എടുത്തു വെക്കുന്ന കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ പാതി കർമ്മമായിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സറണ്ടർ ടു ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുമ്പോൾ അവർക്ക് ഫുൾ മൂണാണ്. അവർക്ക് നിങ്ങളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസസ് തരാനും സാധിക്കും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അവർക്ക് തരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളത് സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാം. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ സമയത്ത് പാഞ്ചാലി കൃഷ്ണനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത സമയത്താണ് കൃഷ്ണൻ വന്ന് ഹെൽപ്പ് ചെയ്തത്. അല്ലാതെ അതിന് മുന്നേ കൃഷ്ണനോ ആരും വന്ന് ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തപ്പോഴാണ് ആ ഒരു ഹെൽപ്പ് വന്നത്. അതുപോലെ തന്നെ എപ്പോഴാണ് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്ന ആ സമയത്താണ് ഹെൽപ്പ് വരിക. ഓക്കെ, അതെ. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയൊരു സ്റ്റാർട്ട് വരുന്നുണ്ട്. അതെല്ലാ രീതിയിലും സ്റ്റാർട്ടായിരിക്കും. റീയൂണിയൻ, റീകൺസിലിയേഷൻ, പുതിയ കരിയർ ആയിരിക്കാം, ഓപ്പർച്യൂണിറ്റി, പുതിയ പേഴ്സൺ ആയിരിക്കാം. എല്ലാത്തിലും പുതിയൊരു സ്റ്റാർട്ട് വരുന്നുണ്ട്. ന്യൂ മൂൺ ആണ്. ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു. ഇതിൽ ന്യൂ മൂണും ഫുൾ മൂണും ന്യൂ മൂണൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് മെസ്സേജസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഹീൽ ചെയ്യുക. ഡാർക്കർ സൈഡ് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക്. യെസ്, ഇമോഷൻസ് റണ്ണിങ് ഹൈ. യെസ്, ഇന്നലെ ഭയങ്കരമായിട്ട് ടയേർഡ്, അല്ലെങ്കിൽ ഭയങ്കര ദീർഘമായിട്ടുള്ള ഉറക്കം, നല്ല ശരീരം തളർന്നു പോകുന്ന പോലെ, എനർജി വാമ്പയേഴ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എനർജി ഇങ്ങനെ ആ ഒരു ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ. അത് ഇന്നലത്തെ ഒരു എനർജിയുടെ കാര്യമായിരുന്നു. അതൊരു 3 ദിവസം കൂടി അല്ലെങ്കിൽ ഈ ഒരു വീക്കും കൂടി ഉണ്ടായിരിക്കും പ്രകൃതിയിൽ അതിൻ്റെ എനർജി. സോളാർ ഫെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഭൂമിയിലേക്ക്. പിന്നെ ഇന്നലെ ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടായിരുന്നു, ന്യൂ മൂൺ ഉണ്ടായിരുന്നു. ഇനി 10 പോർട്ടൽസ്, നവരാത്രി. അപ്പോൾ കുറേ ഫങ്ഷൻസ്, ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എനർജിയിൽ വളരെ മാറ്റങ്ങൾ എല്ലാവർക്കും ഫീൽ ചെയ്യും. സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നവർക്ക് കുറച്ചും കൂടി അത് അറിയാൻ സാധിക്കും. ഓക്കെ, പെയിൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. നിങ്ങളുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡറിലൊക്കെ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ബർഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സപ്രസ് ചെയ്യാതെ റിലീസ് ചെയ്ത് കളയുക, ഹീലിംഗ് ചെയ്യുക. ഹീലിംഗ് വേണ്ടവർക്ക് ഹീലിംഗ് ചെയ്യുക. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരില്ല. കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഹീലിംഗ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഹോൾഡ് യുവർ വിഷൻ. നിങ്ങളുടെ വിഷൻ ഹോൾഡ് ചെയ്യുക. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതെന്തായാലും നടക്കും. ഓക്കെ,
ലക്കി സോണിയോസോട് ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് ലോട്ടറി അടിക്കാനും സ്വത്തുക്കൾ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്. ലക്കി സോണിയോ സൈഡാണ് പറയുന്നത്. ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഹെൽപ്പ് ബാക്കിയുള്ളവർക്കും ചെയ്യുക. അപ്പോൾ ആ ഒരു ധനം എപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് വന്ന പോലെ തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. റിമെയിൻ പോസിറ്റീവ്, വെയിറ്റിംഗ് എനർജി പറയുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് പീരീഡ് ആണ്, ഹീലിംഗ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് എടുക്കുക. അപ്പോൾ കളക്റ്റീവായിട്ട് റീഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആയി വരണമെന്നില്ല. പേഴ്സണലി എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിക്ക് കറക്റ്റായിട്ട് എനർജീസ് തരാൻ പറ്റുക, അല്ലെങ്കിൽ റീഡിങ്സ് തരാൻ പറ്റുക. പെയ്ഡ് റീഡിംഗ് ആയിരിക്കും, ഫ്രീ റീഡിംഗ് ആയിരിക്കില്ല. അപ്പോൾ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്ക് ഹായ്, ഞാനിതാണ് എൻ്റെ പേര്, എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കണം. കരിയറോ ഫീലിങ്സോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ അല്ലെങ്കിൽ ബ്ലോക്കേജസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്. നമ്മളെല്ലാം റീഡിങ്സും ചെയ്യും എക്സെപ്റ്റ് 3 കാര്യങ്ങളാണ് റീഡ് ചെയ്യാത്തത്. നമ്മൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ലൈഫ് സ്പാൻ നോക്കാം, എത്ര വരെ, ലൈക്ക് അവരുടെ ബർത്ത്, അവർ ഏത് ജെൻഡറാണെന്ന് റീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ നെഗറ്റീവായിട്ട് ഒരാൾക്ക് നെഗറ്റീവ് റീഡിങ് ചെയ്താൽ അവർക്ക് അവരുടെ ലൈഫിൽ ബ്ലോക്കേജസ് കൊണ്ടുവരാൻ അങ്ങനത്തെ റീഡിങ്സ് ചെയ്യില്ല. അതുപോലെ നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മൾ എത്ര നാൾ വരെ ജീവിച്ചിരിക്കും, ഈ 3 കാര്യങ്ങൾ ടാരോ പഠിക്കുമ്പോൾ തന്നെ മാം പറയാറുണ്ട് ചെയ്ത് കൊടുക്കരുത്, കാരണം കാർഡിൻ്റെ എനർജി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഗൈഡൻസ് തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ഞാൻ ചെയ്തു തരുമ്പോൾ റീഡിങ്സ് മാത്രമല്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും ഈ ഒരു ഹീലിങ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ബൈന്യൂറൽസ് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റീഡിങ്സ് കൺക്ലൂഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോൻ്റെ കോഴ്സ് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാരോ റീഡിങ് അറിയുന്നവരാണ്, ഒരു എനർജി ലൈക്ക് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ്, കുറച്ച് സ്പിരിച്വൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവർക്ക് അത് പഠിച്ച് കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ ബ്ലോക്കേജസ് വരും. കാരണം ഡിവൈൻ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടാരോ ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കണം. അതുപോലെ അത് എവിടെ നിന്ന് പഠിക്കണമെന്നും അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അകലെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ഹീൽ ചെയ്യുകയാണ്. അത് ഇപ്പോൾ കരിയറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്നവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിൽ വളരെ നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അപ്പോൾ അത് ക്ലൻസ് ചെയ്യാറുണ്ട്, റേക്കി എനർജി ചെയ്യാറുണ്ട്. ഇനി നിങ്ങളുടെ പെറ്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട്. 7 ഡേയ്സാണ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ചാർജ് ചെയ്യുന്നത് 2222 ആണ്. അതിനുശേഷം നിങ്ങൾക്ക് വലിയ ഡീപ്പറായിട്ടുള്ള ട്രോമാസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. 7 ഡേയ്സ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ആ 7 ഡേയ്സ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ റൂട്ട് ചക്രയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഹീലിംഗ് ചെയ്യുമ്പോൾ ആ എനർജിയും കൂടി നിങ്ങളുടെ എനർജിയും കൂടി നന്നായിട്ട് മെർജ് ആവുന്നതാണ്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങൾ ലൈഫിൽ വരുന്നതാണ്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വളരെ പവർഫുള്ളായിട്ട് എത്ര അകലെയുള്ള ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ഫോട്ടോ ആണ് അയച്ചു തരേണ്ടി വരും, ഒരു ഫുൾ ഫോട്ടോ. നിങ്ങളുടെ ഓരോ ചക്രാസിലേക്കാണ് അത് ആ എനർജീസ് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പെയ്ഡ് ആയിരിക്കും, ഒന്നും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അവിടെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആ ഒരു വാല്യുബിൾ എനർജി അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ഡിവൈൻ ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് വന്നിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കാം താഴെ. ടൈമുണ്ട്, മോർണിംഗ് 10 to ഈവനിങ് 5 റീഡിങ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. രാത്രി ചെയ്യുന്നതല്ല. അപ്പോൾ രാത്രി ചെയ്യുമോ ചോദിച്ച് മെസ്സേജ് ചെയ്യേണ്ട. രാത്രിക്ക് ശേഷം നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട. പിന്നെ റീഡിങ്സ് വേണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് സ്ലോട്ട്സ് ഉള്ളത് അതിലേക്കായിരിക്കും നിങ്ങൾ റീഡിങ്സ് പോകുന്നുണ്ടായിരിക്കും. ഇന്ന് സ്ലോട്ട്സ് ഫ്രീ ഉണ്ടെങ്കിൽ മേ ബി ഇന്ന് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ വന്നിട്ട് ഇപ്പം തന്നെ റീഡ് ചെയ്ത് പറയരുത്, കാരണം എനിക്ക് ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാനും ഒരു സോൾ പർപ്പസ് മാത്രമല്ല, എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ലൈഫും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ഹീൽ ചെയ്യുക. നവരാത്രി ഡേ 1 നന്നായിട്ട് ദേവി കവചം ക്ലൻസ് ചെയ്യുക. നന്നായിട്ട് എനർജിയൊക്കെ സോൾഡ് ബാത്തൊക്കെ എടുത്ത് കുളിച്ച് ക്ലൻസ് ചെയ്ത് വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക, ചുറ്റുപാടും വൃത്തിയാക്കുക, പറമ്പൊക്കെ കത്തിച്ച് എപ്പോഴും വൈകുന്നേരം തീ കത്തിക്കുന്നത് വളരെ നല്ലതാണ്. അത് നെഗറ്റീവ് എനർജീസ് വരാതിരിക്കാനും ക്ലൻസിങ് ഒരു കൈൻഡ് ഓഫ് ഞാൻ ഡെയിലി ചെയ്യാറ്.